കർണാടകയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ മാനേജ്മെന്റ് തസ്തികകളിൽ തദ്ദേശീയർക്ക് 50% സംവരണം നൽകാനുള്ള കർണാടക സർക്കാർ നീക്കം വിവാദത്തിൽ. കരടു നിയമം പുറത്തു വന്നതോടെ നിരവധി പേരാണ് എതിർപ്പുമായി രംഗത്തെത്തുന്നത്. തീരുമാനം നടപ്പിലായാൽ അത് വലിയ തോതിൽ മലയാളികളെയാണ് ബാധിക്കുക. കർണാടക നീക്കത്തിനെതിരെ ജോൺ ബ്രിട്ടാസ് എം പി രംഗത്ത് വന്നിട്ടുണ്ട്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ കർണാടക നടത്തുന്നത്. കാരണം അത് നടപ്പിലായാൽ നിരവധി മലയാളികൾ ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ വെല്ലുവിളി ഉണ്ടാവും. എന്താണ് ജോൺ ബ്രിട്ടാസ് എം പി ഇതിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രതിഷേധം? മലയാളികളെ ഏറെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് IT പ്രൊഫഷണലുകളെ കൂടുതലായി ബാധിക്കുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ കർണാടകം കൊണ്ടുവന്നിരിക്കുന്നത്. കരട് ബില്ല് വന്നപ്പോൾ തന്നെ അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവും പ്രതിരോധവും ഇറങ്ങിക്കഴിഞ്ഞു. പ്രധാനമായും പറയുന്നത് മാനേജ്മെന്റ് പൊസിഷനിൽ 50% സംവരണം അനുവദിക്കണം എന്നാണ്. ഫാക്ടറികൾ, കമ്പനികൾ, ഇൻഡസ്ട്രികൾ, ഈ കാറ്റഗറിയിൽ ഉള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ 50% മാനേജ്മെന്റ് പൊസിഷനുകളിൽ 50% സംവരണം അനുവദിക്കണം. ഇത് കർണാടകക്കാർക്കായി നിജപ്പെടുത്തണം. 75% പേർ നോൺ മാനേജ്മെന്റ് ആയ പൊസിഷനുകളിൽ 75% തദ്ദേശീയരായിരിക്കണം എന്നതാണ് ആ ബിൽ. ഈ ബില്ലിൽ യാതൊരു തരത്തിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യമല്ല എന്ന തരത്തിലാണ് ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് ഇത് സംബന്ധിച്ച് കരട് ബിൽ പുറത്തിറക്കി. വരുന്ന നിയമസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഈ ബിൽ പാസ്സാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമായും അല്ലാത്ത പക്ഷം ഒരു പെനാൽറ്റി അടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ കന്നഡക്കാർ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ മാനദണ്ഡങ്ങൾ കൂടെ ഈ ബില്ലിനോടൊപ്പം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ലോക്കൽ കന്നഡ ഭാഷ അറിഞ്ഞിരിക്കുന്നവരായിരിക്കണം, 15 വർഷമായി കർണാടകയിൽ താമസമുള്ളവരായിരിക്കണം, ഈ കന്നഡ ഭാഷ സെക്കൻഡ് ലാംഗ്വേജ് ആയി സ്കൂളിൽ പഠിച്ചിരിക്കണം. അഥവാ സെക്കൻഡ് ലാംഗ്വേജ് ആയി സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന ഒരു നോഡൽ ഏജൻസിയിൽ നിന്ന് അത് സംബന്ധിച്ച് ഈ കന്നഡ ഭാഷയിലുള്ള പ്രാവീണ്യം സംബന്ധിച്ച ടെസ്റ്റ് പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു പൊസിഷനിൽ മാനേജ്മെന്റ് പൊസിഷനിലാകട്ടെ, അത് നോൺ മാനേജ്മെന്റ് പൊസിഷനിലാകട്ടെ, ആ തരത്തിൽ എന്തെങ്കിലും ആളുകളെ കിട്ടാതെ വന്നാൽ അത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം. 3 വർഷം കൊണ്ട് അങ്ങനെയുള്ള ആളുകളെ പരിശീലിപ്പിക്കാൻ കഴിയുമെന്നൊരു കാര്യമാണ് ഈ ബില്ലിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സർക്കാരുമായി ചേർന്നുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്താൻ. പ്രത്യേകിച്ചും നമുക്കറിയാം, കർണാടകയിൽ 100% കന്നഡികർക്ക് മാത്രം സംവരണം ഏർപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഒരു വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും മറ്റും അരങ്ങേറുന്നതിനിടയിലാണ് ഈ വിവാദമായ ഒരു ബില്ല് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവരുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ്. പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസ് എം പി ആണ് അതിനെതിരെ, പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP ആണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന വലിയ പ്രതിഷേധമാണ്.